നമുക്കറിയാം, നമ്മൾ വന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ പരിഹരിക്കേണ്ടത് ചെമ്മാണിയോട് ബൈപ്പാസിൻ്റെ പ്രശ്നമാണ്. അന്നത്തെ ചെമ്മാണിയൂർ റോഡ് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മേലാറ്റൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. നടക്കാൻ കഴിയാതെ, ഗതാഗത യോഗ്യമല്ലാതെ ഒരു രോഗി ആയ ഒരാളെ കൊണ്ടുവരാൻ മഞ്ചലിയിൽ കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞൊരു കാര്യം. അന്ന് റോഡ് പ്രശ്നം കാരണം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ കാലം. ആ റോഡാണ് നമ്മൾ കാണുന്നത് 2021 ചെമ്മാണിയോട് ബൈപ്പാസ്. ആ റോഡിൻ്റെ സ്ഥിതി ഇതായിരുന്നു. നമ്മൾ ആ റോഡ് സന്ദർശിച്ചപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ നൽകിയൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ആദ്യം തീർക്കുന്ന പ്രശ്നം ചെമ്മാണിയോട് ബൈപ്പാസിൻ്റേതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ആ ചെമ്മാണിയോട് ബൈപ്പാസ് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം MLA-മാരുടെ ഫണ്ടുകളെല്ലാം കോവിഡ് കാരണം വെട്ടിക്കുറച്ചു. ശരിക്കും 4 വർഷം മാത്രമേ ഒരു MLA-യുടെ ടെന്യൂർ ഫണ്ടോടുകൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ 2021-22 1 കോടി രൂപ മാത്രമാണ് നമുക്ക് കിട്ടിയത്. ആ 1 കോടി രൂപയിൽ ആദ്യത്തെ വാഗ്ദാനം പാലിക്കാൻ പകുതി പൈസയും നമ്മൾ മാറ്റിവെച്ചു. 50 ലക്ഷം അങ്ങനെ ചെമ്മാണിയോടിന് മാറ്റിവെച്ചു. ചെമ്മാണിയോട് റോഡിന് മാറ്റി വെക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം തീരുമായിരുന്നില്ല. നമ്മളൊപ്പം കൈകോർത്ത് നിന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്, ജില്ലാ പഞ്ചായത്താണ്. നമ്മൾ ഒരുമിച്ച് ആ പദ്ധതി പൂർത്തീകരിച്ചു.